ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതായത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബൊക്കെ കണ്ട് എല്ലാവർക്കും അറിയാം ഡാസ്ലർ, ഇന്ത്യയുടെ തന്നെ നമ്പർ 1 ബ്രാൻഡായിട്ടുള്ള ഐറ്റെക്സ് ഡാസ്ലർ എന്ന് പറയുന്ന കമ്പനി ഫ്രീ ഹാമ്പർ എല്ലാവർക്കും കൊടുക്കുന്ന കാര്യം. എല്ലാവർക്കും അല്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അറിയാതെ എങ്ങനെയാണ് കിട്ടുന്നതെന്നും എങ്ങനെയൊക്കെ കിട്ടിയെന്നുള്ളതും ആർക്കൊക്കെയാണ് കിട്ടണമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പം എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ ഫ്രീ ഹാമ്പർ. കിട്ടിയിട്ട് ഒരു മാസത്തോളം ആകാൻ പോകണം. ഒരു മാസമായിട്ടില്ല, ഇപ്പോൾ പകുതി മന്തായി എൻ്റെ കൈ കിട്ടിയിട്ട്. എനിക്കത് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ അത് ഷോർട്ട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നെന്നും. പക്ഷേ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അതിനെ പറ്റി ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെറുതായിട്ട് സ്റ്റോറീസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് കാണേണ്ടത്, എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഓരോ സീരീസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഓർഡിനറി ഗേൾ അഞ്ജു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡാസ്ലറിൻ്റെ ഫ്രീ ഹാമ്പർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സിലായിരുന്നു. ഇവിടെ ഒരു ബാൻഡും കൂടി ഉണ്ടായിരുന്നു. ഞാനത് ഓൾറെഡി വീഡിയോ ചെയ്തപ്പോൾ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ അതില്ലാത്തത്. അങ്ങനത്തെ ഒരു ബാൻഡും കൂടി ഉണ്ട് ആക്ച്വലി. അതിനുശേഷം ബോക്സ് ഓപ്പൺ ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഞാനൊന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല. ആദ്യം തന്നെ എല്ലാവർക്കും അറിയാം എന്തായിരിക്കും. ഒരു സ്റ്റിക്കർ ഉണ്ടാവും, പിന്നെ ഒരു താങ്ക് യു കാർഡും ഉണ്ടാവും. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറേ ബബിൾ ട്രാപ്സ് ഉണ്ടാവും. പിന്നെ ഉണ്ടായത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ 4 ഷെയ്ഡ്സാണ്. പിന്നെ ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഐലൈനറും കൂടിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എനിക്കും അത് തന്നെയാണ് കിട്ടിയത്. 4 ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചു 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ടുള്ള 4 ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ടുള്ള 4 ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അതായത് ഓൾ ഡേ ലിപ് കളർ എന്നാണ് ഇതിൻ്റെ ഓൾ ഡേ ലിപ് കളർ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. 4 ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ, ഷെയ്ഡാണ്. പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിൽ സെയിം പോലെ തോന്നും. റെഡും പിങ്കും ആണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കണം. പക്ഷേ 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് എല്ലാം ഒന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതുവരെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഇതുവരെയായിട്ടും. ഞാൻ ഐലൈനർ വേറെ ഒരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടില്ല. ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഇത്രയും വർഷമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ തുടങ്ങി ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ തന്നെയാണ് അപ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ലിപ്സ്റ്റിക്ക് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ ലിപ് ഗ്ലോസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡാസ്ലർ ലിപ് ഗ്ലോസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കിട്ടിയിട്ടുള്ളത് ഈ ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഹൈ ഡെഫിനിഷൻ ഐലൈനർ. ഈ ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഹൈ ഡെഫിനിഷൻ ഐലൈനറും കൂടി ഉണ്ട്. ഇത് എക്സ്ട്രാ കിട്ടിയതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും തന്നെ ഇട്ടിട്ടുണ്ട്. എന്താണ് അൺബോക്സ് ചെയ്യുമ്പോൾ ഉള്ളത് എല്ലാവർക്കും തന്നെ സെയിം ആയിരിക്കും. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും ലിപ്സ്റ്റിക്കിന് കിട്ടുന്നത്. ഇത് സെയിം ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഞാൻ ആദ്യം പൊട്ടിച്ച് കാണിച്ചു തരാം. എനിക്ക് 4 ഷെയ്ഡ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബബിൾ കം എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്, പിന്നെ ചില്ലി റെഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഷെയ്ഡ്, പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് റെഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്. അങ്ങനെ മൊത്തം 4 ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഞാൻ നാച്ചുറൽ ലൈറ്റിൽ മേക്കപ്പ് ഇല്ലാതെയാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്ക് വൈപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് പിന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ലിപ് ബാം സെബാമെഡിൻ്റെ ലിപ് ബാമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ പാക്കേജിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ നല്ല സെക്യൂർ ആയിട്ടുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ള പാക്കേജ് ആയിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ചില്ലി റെഡ് എന്ന് പറയുന്ന DLC 020 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. പിന്നെ നല്ല പിഗ്മെൻറ്റഡ് ആണ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്. നന്നായിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലിപ്പിൽ. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല, നന്നായിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നു. അതായത് ഡ്രൈ ആകാൻ കുറേ സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുള്ളത് DLC 011 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് റെഡ് എന്നാണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആണെങ്കിലും നല്ലൊരു ബ്രൗൺ അണ്ടർ ടോൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആകും. അപ്പോൾ ഞാൻ വൈപ്പ് ചെയ്തപ്പോഴും ടിൻറ്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു.
ഞാൻ ഇപ്പോൾ ഇട്ടപ്പോൾ രണ്ടാമത്തെ ഇട്ടപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രൈ ആവുന്നുണ്ടോ എന്നറിയാനായിട്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. ആദ്യത്തേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തേത് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു 5 മിനിറ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആകും എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത മൂന്നാമത്തെ ഷെയ്ഡെന്ന് പറയുന്നത് DL-C019 എന്ന് പറയുന്ന ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ. ഒരു പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. പേര് ബബിൾക്കം എന്നായിരുന്നു കേട്ടോ. ശരിക്കും ബബിൾക്കത്തിൻ്റെ മണമായിരുന്നു കേട്ടോ അത് ഓപ്പൺ ചെയ്തപ്പോൾ. പക്ഷേ എനിക്ക് മാറിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അതിൽ നന്നായിട്ട് ഗ്ലിറ്റർ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ലിപ് ഗ്ലോസ് പോലെ ആയിരുന്നു. പക്ഷേ പാക്കേജ് നോക്കിയപ്പോൾ ലിപ് കളർ എന്നായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ലിപ് ഗ്ലോസ് പോലെയായിരുന്നു അതിൻ്റെ ഒരു ഫോർമുല ഉണ്ടായിരുന്നത്. ഗ്ലിറ്റർ തിളങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത ലാസ്റ്റ് ഷെയ്ഡെന്ന് പറയുന്നത് DL-C08 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഷെയ്ഡായിരുന്നു കേട്ടോ നെയിം. നല്ലൊരു എന്താ പറയുക, നമ്മുടെ എൻ്റെ ഒരു ബ്രൗൺ സ്കിൻ ടോണിനായിട്ട് ചേരുന്ന പോലെ തോന്നിയിട്ടു. ഒരു ലിപ് ലൈനറൊക്കെ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നായിട്ട് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡായിട്ട് എനിക്ക് എന്താ പറയുക, ഈ ഒരു DL-C08 ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായിട്ടും അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്ര ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയ ലിപ്സ്റ്റിക്കും അതിൻ്റെ ഷെയ്ഡും. ഇനി ഇതിൽ ഞാൻ കാണിക്കാതിരുന്നത് മറ്റേ ഐലൈനർ ആയിരുന്നു. ഈ ഒരു ഐലൈനർ ആക്ച്വലി ഇത് എല്ലാവർക്കും അറിയാലോ, ബ്ലാക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് എക്സ്ട്രാ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചെന്ന 4 ലിപ്സ്റ്റിക്കിൻ്റെയും എനിക്ക് ഇഷ്ടമല്ലാതെ ഇരുന്ന നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് പക്ക എന്താ പറയുക, നമ്മുടെ ആ ഒരു ബബിൾക്കം ആ ഒരു ഷെയ്ഡൊക്കെ ശരിക്കും ബബിൾക്കത്തിൻ്റെ സ്മെല്ലായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചുമയുടെ ആ ഒരു സിറപ്പില്ലേ, ആ ഒരു ടേസ്റ്റ്, അങ്ങനെയൊക്കെ സ്മെല്ല് അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. പിന്നെ പെട്ടെന്ന് മാറ്റിലേക്ക് ആവാനായിട്ട് നമ്മളൊരു 5 മിനിറ്റ് സമയം കൊടുക്കണം, എന്നാലേ അതൊന്ന് മാറ്റ് ആകുള്ളൂ. മാറ്റായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മുടെ ലിപ്പിൽ അത് ഒരു ലെയർ ഫോം ചെയ്തേക്കണ പോലെ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ആവുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷേ അത് വൈപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ടിൻ്റ് അങ്ങനെ നമ്മുടെ ലിപ്പിലുണ്ടായിരുന്നു. ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു. നമ്മൾ ഒരു ലെയർ കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലി റെഡ് എന്നൊക്കെ പറയുന്ന ആ ഷെയ്ഡൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാണ്. പക്ഷേ ഒറ്റ ലെയർ നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ലൈറ്റായിട്ടാണ് വരുന്നത്. നമുക്ക് ഡാർക്ക് ആവണം, അല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഷെയ്ഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമൊക്കെ നമുക്ക് കൊടുക്കണം, എന്നാലും അതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് അറിയത്തുള്ളൂ. അതല്ലെങ്കിൽ എല്ലാം ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഷെയ്ഡ് ഡ്രാഗൺ ഫ്രൂട്ട്, ബബിൾക്കം, ആ ഒരു ഷെയ്ഡൊക്കെ ഒരു ബ്രൗൺ സ്കിൻ ടോൺ ആണല്ലോ എൻ്റെ. അപ്പോൾ അങ്ങനത്തെ സ്കിൻ ടോണിനൊന്നും ചേരില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇച്ചിരി കൂടി ഡാർക്കായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. അത് നമുക്ക് ലൈറ്റായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ലിപ് ലൈനറൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ലിപ് ഷെയ്ഡ് നമുക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായി. ഇനി എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് DL-C011, അതായത് ഈ ഒരു ലിപ്സ്റ്റിക് റെഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായി. അതായത് ഭയങ്കര ഡാർക്ക് ആണെങ്കിലും നമ്മളൊരു ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ബ്രൗൺ അണ്ടർ ടോൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അത് നമുക്ക് ചേരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി രണ്ടും കുറച്ചും കൂടി ബ്രൗൺ സ്കിൻ ടോണിന് ചേരുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് രണ്ടുമാണ് എനിക്ക് ഇഷ്ടമായത്. പിന്നെ പിങ്ക് ഷെയ്ഡിലെ ഡ്രാഗൺ ഫ്രൂട്ട്, ബബിൾക്കം, ആ ഒരു ഷെയ്ഡൊക്കെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ആരും തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്സൊക്കെ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ ബ്ലഷായിട്ട് യൂസ് ചെയ്യാതിരിക്കട്ടെ. പിഗ്മെൻറ്റേഷൻ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും തന്നെ പറയുന്നുണ്ട്, മിക്കവരും തന്നെ ഈ ഡാസ്ലർ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിഗ്മെൻറ്റേഷൻ ഒരുപാട് വരുന്നുണ്ട് 2 ആഴ്ച അടുപ്പിച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിൽ നമ്മുടെ ഫേസിൽ ബ്ലഷായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കൂ, എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ബ്ലഷായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ വരാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കളർ നല്ലതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ബ്ലഷായിട്ട് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാതിരിക്കട്ടോ, പിഗ്മെൻറ്റേഷൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയ എല്ലാവരും തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും കിട്ടിയത് ഞാൻ ഷെയർ ചെയ്യുവാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു 4 ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. പേഴ്സണലി എനിക്കൊരു 85% ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. കാരണം ലൈറ്റ് വെയിറ്റ് ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ മാറ്റ് ഫിനിഷ് ആണ്, പക്ഷേ കുറച്ചും കൂടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ്. ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിൽ അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ പ്രൂഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. പിന്നെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിലൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഒന്നും എടുത്തറിയുന്നില്ല, അതുകൊണ്ട് നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഷെയ്ഡ് നോക്കിയെടുത്തില്ല എന്നാണെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. ഓർഡിനറി ഗേൾ അഞ്ചു എന്ന് പറയും. അതിൽ ഞാൻ പുതിയതായിട്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ സ്കിൻ ടോണിന് ചേരുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക്
പുതിയത് വാങ്ങിക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്ന ആഗ്രഹമുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.